മഹാത്മാഗാന്ധി നമ്മുടെ രാജ്യത്തെ ചതിച്ചൊരു വ്യക്തിയാണ്. നമസ്കാരം. ഹിന്ദുക്കൾ എതിര് നിന്നു. അദ്ദേഹം അവസാനത്തെ അദ്ദേഹത്തിന് നിരാഹാര സമരം പാകിസ്ഥാൻ എന്ന് പറഞ്ഞ മുസ്ലിം രാജ്യത്തിന് ഇന്ത്യക്കാർ കൊടുക്കാത്ത 550 കോടി വരെയായിട്ട് ആ 55 കോടി കൊടുക്കണം എന്ന് പറഞ്ഞാലും നിരാഹാര സമരം നടത്തിയത്. എന്നിട്ടാണ് പട്ടേൽ അവസാനത്ത് സമ്മതിച്ച് ശരി പറഞ്ഞ് കൊടുക്കാന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ആ നിരാഹാര സമരം അവസാനിച്ചത്. അപ്പോ ഇവര് പറഞ്ഞു ഇയാള് മുസ്ലിംസിന് വേണ്ടി നിൽക്കുന്ന ആളാണ്, ഇയാൾ എന്ത് ഹിന്ദുവാണ്, ഹിന്ദുക്കളുടെ ശത്രുവാണ് പറഞ്ഞിട്ടാണ് അങ്ങനെയുള്ള സംസാരം കേട്ടിട്ടാണ് ഗോഡ്സെ പോയിട്ട് അദ്ദേഹത്തെ വെടിവെച്ച് കൊന്നിരിക്കുന്നത്. ಶಶಿ ತರೂರ್ ತುಂಬ ಚೆನ್ನಾಗಿದೆ, ನೀವು ಒಳ್ಳೆ ಮನುഷ്യನಯ್ಯ. ശശി തരൂരിൻ്റെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ RSSനെയും സംഘികളെയും BJPയും വെറുക്കുന്നവർ തീർച്ചയായും ശശി തരൂരിനെ തെറി വിളിക്കും. ഈ വീഡിയോയുടെ ആദ്യവും അവസാനവും നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ? ഈ വീഡിയോൻ്റെ ഫുൾ ഭാഗം നിങ്ങൾ കണ്ടാൽ തീർച്ചയായും സംഘികളെ നിങ്ങൾ തീട്ടം കൊണ്ട് എറിഞ്ഞോടിക്കും. കാണാം നമുക്ക് ഈ വീഡിയോ. അവര് മുസ്ലിംസിന് എതിര് സംസാരിച്ചു എന്ന് മാത്രമല്ല, പല വിഷയത്തിലും അവരായിരുന്നു ഗാന്ധിജിയും എതിരിച്ചത്. ഒരിക്കലും മറക്കരുത്, നാഥുറാം ഗോഡ്സെ RSS അംഗമായിരുന്നില്ല എന്നൊക്കെ ആൾക്കാർ പറയണ്ടേ, പക്ഷെ അദ്ദേഹം ആയിരുന്നു. RSSന് രാജിവെച്ചിട്ടാണ് അദ്ദേഹം വന്നിട്ട് ഈ കൊലപാതകം നടത്തിയത്. പക്ഷെ RSS സംസാരിച്ച ഈ ക്രോധം വിദ്വേഷം ആ കാലത്ത് പ്രത്യേകിച്ച് മഹാത്മാഗാന്ധിയുടെ എതിര് സംസാരിച്ചവരാണ്. അതുകൊണ്ട് നമ്മൾ ശരിക്കും നോക്കുകയാണ്, നരേന്ദ്രമോദി 8 വയസ്സിലെ ഒരു ബാൽ സ്വയം സേവകായിരുന്നു RSSന്റെ. അദ്ദേഹം എന്ത് കേട്ട് പഠിച്ചിട്ടാണ് വളർന്നിരിക്കുന്നത്? അദ്ദേഹം കേട്ടത് മഹാത്മാഗാന്ധി നമ്മുടെ രാജ്യത്തെ ചതിച്ചൊരു വ്യക്തിയാണ്. ഹിന്ദുക്കൾ എതിര് നിന്നു. അദ്ദേഹം അവസാനത്തെ അദ്ദേഹത്തിന് നിരാഹാര സമരം എന്തിനായിരുന്നു? പാകിസ്ഥാൻ എന്ന് പറഞ്ഞ മുസ്ലിം രാജ്യത്തിന് ഇന്ത്യക്കാർ കൊടുക്കാത്ത 55 കോടി, ആ കാലത്ത് 55 കോടി, ഇന്നതൊരു 550 കോടി വരെയായിട്ട് ആ 55 കോടി കൊടുക്കണം എന്ന് പറഞ്ഞാലും നിരാഹാര സമരം നടത്തിയത്. എന്നിട്ടാണ് പട്ടേൽ അവസാനത്ത് സമ്മതിച്ച് ശരി പറഞ്ഞ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ആ നിരാഹാരം സമരം അവസാനിച്ചത്. അപ്പോൾ ഇവര് പറഞ്ഞു ഇയാൾ മുസ്ലിംസിന് വേണ്ടി നിൽക്കുന്ന ആളാണ്, ഇയാൾ എന്ത് ഹിന്ദുവാണ്, ഹിന്ദുക്കളുടെ ശത്രുവാണ് പറഞ്ഞിട്ടാണ് അങ്ങനെയുള്ള സംസാരം കേട്ടിട്ടാണ് ഗോഡ്സെ പോയിട്ട് അദ്ദേഹത്തെ വെടിവെച്ച് കൊന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു വിശ്വാസത്തിൽ വളർന്ന ആൾക്കാരാണ് നമ്മളിപ്പോൾ ഭരിക്കുന്നത്. തന്തയില്ലായ്മ അലങ്കാരമാക്കി കൊണ്ട് നടക്കുന്ന സംഘികൾ ഇതും ചെയ്യും, ഇതിൻ്റെ അപ്പുറവും ചെയ്യും. ഇതിൽ ശശി തരൂർ പറയുന്നത് എന്താണ്? ഇന്ത്യയിലെ മതേതരവാസികളായ മുഴുവൻ ജനങ്ങളും ഒന്നിച്ചു നിന്ന് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയപ്പോൾ സംഘികൾ മുഴുവനും അതിൽ നിന്ന് വിട്ടുനിൽക്കുകയും മാത്രമല്ല സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്ന ഹിന്ദുക്കളെ വിലക്കുകയും ചെയ്തിരുന്നു. മഹാത്മാവ് എന്ന് 1000 വട്ടം വിളിക്കേണ്ട ഒരു മഹത് വ്യക്തി നമ്മുടെ മഹാത്മാഗാന്ധി ബ്രിട്ടീഷുകാരുടെ ക്രൂരമായ മർദ്ദനമേറ്റിട്ടും വകവയ്ക്കാതെ നമുക്ക് സ്വാതന്ത്ര്യം വാങ്ങിത്തന്നു. അങ്ങനെ സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ഒരു വിയർപ്പും ഒഴുക്കാത്ത നാറികളായ സംഘികൾ രംഗത്തെത്തി. അങ്ങനെ ഹിന്ദുവിനെയും മുസ്ലിമിനെയും അവിടെ വിഭജിച്ചു. അങ്ങനെ വർഗീയപരമായ വലിയൊരു കലാപം നടന്നു. ആയിരക്കണക്കിന് പേരുടെ തലകൾ അഴുക്കുചാലിൽ ഒഴുകി നടന്നു. ആരാണ് ഇതിന് കാരണം? ഈ രാജ്യത്ത് ജീവിക്കാൻ ഒരു അർഹതയുമില്ലാത്ത സംഘികളാണ് ഇതിന് കാരണം. പാവപ്പെട്ട ജനങ്ങൾ, ബ്രിട്ടീഷുകാരുടെ ക്രൂരമായ മർദ്ദനമേറ്റിട്ടും തോൽക്കാത്ത പാവപ്പെട്ട ജനങ്ങൾ ഈ സംഘികളുടെ മുമ്പിൽ തോറ്റുപോയിരിക്കുന്നു. അങ്ങനെ ക്രൂരമായ ആ രാത്രികൾ പലത് കടന്നുപോയി. ബ്രിട്ടീഷുകാരുടെ മുമ്പിൽ തോൽക്കാത്ത മഹാത്മാഗാന്ധി ഈ നാറിയ സംഘികളുടെ മുമ്പിൽ തോറ്റിരിക്കുന്നു. അങ്ങനെ മഹാത്മാഗാന്ധി ഒരു ഉടമ്പടി വെച്ചുകൊണ്ട് ഇന്ത്യ പാക് വിഭജനം നടന്നു. പാകിസ്ഥാൻ്റെ ഡെവലപ്പിന് വേണ്ടി ഇന്ത്യ ഇത്ര കാശ് കൊടുക്കണമെന്ന് ഇന്ത്യൻ ഗവൺമെൻറ്റിനോട് മഹാത്മാഗാന്ധി ആവശ്യപ്പെട്ടു. പിന്നീടത് പാകിസ്ഥാന് കൊടുക്കാതെ വന്നപ്പോൾ മതമല്ല വലുത്, മനുഷ്യനാണ് എന്ന് കരുതുന്ന ആ മഹാത്മാവ് നിരാഹാരത്തിലിരുന്നു. അങ്ങനെ വിസമ്മതിച്ച പാകിസ്ഥാന് പണം കൊടുക്കാൻ വിസമ്മതിച്ചവരുടെ മുമ്പിൽ നിരാഹാരം ഇരുന്നു കൊണ്ട് ആ ക്യാഷ് മുഴുവനും പാകിസ്ഥാന് വാങ്ങിക്കൊടുത്ത സ്റ്റോറിയാണ് ശശി തരൂർ ഇവിടെ വിവരിക്കുന്നത്. കുനിഞ്ഞാൽ സാമാനം അടിച്ചു മാറ്റുന്ന സംഘികൾക്ക് നമോവാദം. ഇറാനിൽ നിന്ന് വിട്ട ഒരു മിസൈൽ അവിടെ കിടപ്പുണ്ട്, നിന്റെ അമ്മയുടെ കോതത്തിനകത്തോട്ട് പോയി കയറ്റി വെയ് നീ, ആ സമയം ഉണ്ടെങ്കിൽ ചെറ്റയ്ക്കുണ്ടായവന്.